ഹായ്, ഞാനാണ് ലോഹി. ഹായ്, ഞാനാണ് ലോഹി. ഹായ്, എന്നെ എല്ലാവരും ലോഹം എന്നാണ് വിളിക്കുന്നത്. എന്നെ അലോഹി എന്നാണ് വിളിക്കുന്നത്. ആണോ? ഞാൻ വാതകാവസ്ഥയിലാണല്ലോ കാണപ്പെടുന്നത്. എനിക്ക് കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ക്ലോറിൻ, നൈട്രജൻ ഇതെല്ലാം അലോഹങ്ങളാണല്ലോ. ഇതെല്ലാം വാതകങ്ങളാണ്. വാതകങ്ങളെല്ലാം എൻ്റെ കൂട്ടുകാരാണല്ലോ. ആണോ? ഞാനാണ് ഏറ്റവും കട്ടി കൂടിയത്. ലോഹം ഉപയോഗിച്ചാണ് പല വസ്തുക്കളും നിർമ്മിച്ചിരിക്കുന്നത്. എന്നെക്കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ടല്ലോ. ഞാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ പറ്റും. ഓക്സിജനല്ലേ നിങ്ങൾ ശ്വസിക്കുന്നത്? അതെ. അപ്പോൾ നമ്മൾ 2 പേരും ഒത്തു നിന്നാലേ നമുക്ക് ഈ ലോകത്തിൽ കീഴടക്കാൻ പറ്റുമല്ലേ? അതെ. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സാണല്ലേ? ഹായ്. അപ്പോൾ അലോഹവും ലോഹവും നമ്മൾ 2 പേരും ഫ്രണ്ട്സാണല്ലോ. അതെ. ഈ വീഡിയോയിലൂടെ ലോഹവും അലോഹവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ കൂട്ടുകാരെ. നമുക്ക് ചുറ്റും ലോഹങ്ങളുമുണ്ട്, അലോഹങ്ങളുമുണ്ട്. ഇവയ്ക്ക് രണ്ടും ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ഞാനാണ് സിംഗ്. ഞാനാണ് HCl. ഞാനൊരു ആസിഡാണ്. ഞാൻ നിൻ്റെ പുറത്ത് വീണാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് നിനക്കറിയാമോ? എന്ത് സംഭവിക്കാൻ? അയ്യോ. ഹായ്, ഞാനാണ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ ഒരു അലോഹമാണല്ലോ. ഹൈഡ്രജൻ ബലൂണുകളിൽ ഹൈഡ്രജൻ ഉള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ. പിന്നെ ഇവിടെ സിങ്ക് HCl എന്നുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായോ കൂട്ടുകാരെ? നീ ആരാണ്? നീ എന്താ സിയോ? നിൻ്റെ പേരെന്താ? ഞാനാണ് കാർബൺ. എന്നെ നീ കണ്ടിട്ടില്ലേ? ഞാൻ പീരിയോഡിക് ടേബിളിൽ 6ാമത്തെ മൂലകമാണ്. 6ാമത്തെ മൂലകവും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു അലോഹമാണ്. ഞാനൊരു വാതകം കൂടിയാണല്ലോ. എൻ്റെ അറ്റോമിക് നമ്പർ 6 എൻ്റെ മാസ് നമ്പർ 12. നീയാണല്ലേ കാർബൺ. ഇപ്പം എനിക്ക് മനസ്സിലായി. നിനക്ക് കുറേ രൂപാന്തരങ്ങളുണ്ടല്ലോ. അതെ, എനിക്ക് രൂപാന്തരങ്ങളുണ്ടല്ലോ. ക്രിസ്റ്റലീയ രൂപാന്തരം, അമോർഫസ് രൂപാന്തരങ്ങളൊക്കെ എൻ്റെ രൂപാന്തരങ്ങളാണ്. അപ്പം നീ വലിയൊരാളാണല്ലേ? അതെ. നിൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാ? എൻ്റെ മാസ് നമ്പർ 12 അറ്റോമിക് നമ്പർ 6 അല്ലേ? അപ്പോൾ 12ൽ നിന്ന് 6 മൈനസ് ചെയ്താൽ നമുക്ക് 6 എന്ന് കിട്ടും. അത് തന്നെയാണ് എൻ്റെ ന്യൂട്രോണുകളുടെ എണ്ണവും. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ഹി. എനിക്ക് 2 രൂപാന്തരങ്ങളുണ്ട്, ക്രിസ്റ്റലീനും അമോർഫസും. ഞാനാണ് ക്രിസ്റ്റലീയ രൂപാന്തരം. എൻ്റെ കൂടെ ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറിൻ ഇതൊക്കെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങളാണല്ലോ. ഹായ്. വജ്രം കൂട്ടുകാരെ ഒന്നും കൂടെ പറയൂ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ ഒക്കെ. ഞാനാണ് അമോർഫസ് രൂപാന്തരം. എന്നിലുള്ളത് കരി, കൽക്കരി, വിളക്കുകരി, ചാർക്കോൾ എന്നിവയാണല്ലോ. ഞാനാണ് അമോർഫസ് രൂപാന്തരം. അപ്പോൾ ഞങ്ങൾ 2 പേരും കാർബണിൻ്റെ രൂപാന്തരങ്ങളാണ്. അമോർഫസ് രൂപാന്തരം, ക്രിസ്റ്റലീയ രൂപാന്തരം. കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? കോക്ക്, കൽക്കരി, വിളക്കുകരി, ചാർക്കോൾ ഇവയെല്ലാം അമോർഫസ് രൂപാന്തരങ്ങളാണ്. ഞാനാണ് വജ്രം. ഹായ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും അതിനു ചുറ്റുമുള്ള 4 കാർബൺ ആറ്റങ്ങളുമായി സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ബന്ധനമാണ് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം. എനിക്ക് നിന്നേക്കാൾ കട്ടി കൂടുതലാണല്ലോ. എനിക്ക് തിളക്കവും കൂടുതലാണ്. അതുകൊണ്ടാണ് ആഭരണങ്ങൾ നിർമ്മിക്കുമ്പോൾ എന്നെ ഉപയോഗിക്കുന്നത്. എൻ്റെ പാളികൾക്കിടയിലും സഹസംയോജക ബന്ധനം ഇല്ല. ഇവിടെ ദുർബലമായ ആകർഷണ ബലമാണ് ഉള്ളത്. എനിക്ക് സഹസംയോജക ബന്ധം ഇല്ലാത്തത് നിനക്ക് അതില്ലാത്തത് കൊണ്ടാണോ കട്ടിയില്ലാത്തത്? അതെ, പക്ഷേ എൻ്റെ പാളികൾ പരസ്പരം തെന്നി നീങ്ങാൻ കഴിയും. ഗ്രാഫൈറ്റ് എന്നെ ഒരു സ്നേഹകമായും ഉപയോഗിക്കുന്നല്ലോ. അപ്പോൾ നമ്മൾ 2 പേരും കാർബണിൻ്റെ രൂപാന്തരങ്ങളാണല്ലോ.
ഹായ്, ഞാനാണ് ഗ്രഫീൻ. ദ്വിമാന ഷഡ്ഭുജാകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളികളാണ് ഗ്രഫീൻ സ്റ്റീലിൻ്റെ. 200 ഭാരവും അലൂമിനിയത്തിൻ്റെ 5 ഭാരവും ഉയർന്ന വൈദ്യുത ചാലകതയും താപചാലകതയും എനിക്കുണ്ട്. ആഹാ, ഞാനാണ് ഫുള്ളറീൻ. പഞ്ചഭുജാകൃതിയിലും ഷഡ്ഭുജാകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപം ആണ് എനിക്കുള്ളത്. അതുകൊണ്ട് എന്നെ ബക്കി ബോൾസ് എന്നും വിളിക്കുന്നു. അപ്പോൾ ഞങ്ങളെപ്പറ്റി മനസ്സിലായോ? ഗ്രഫീനും ഫുള്ളറീനും. ഹായ്, കാർബണേറ്റും ബൈകാർബണേറ്റും എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഇല്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു തരാം. കാർബണേറ്റിനും ബൈകാർബണേറ്റും കാർബണിൻ്റെ സംയുക്തങ്ങളാണ്. ഇവയെ തിരിച്ചറിയാൻ വേണ്ടി നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കിയാലോ? പരീക്ഷണമോ? അതെങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ലവണത്തിനെ HCl-യുമായി ലയിപ്പിക്കുക. അപ്പോൾ നമുക്കൊരു വെളുത്ത അവശിപ്തം കിട്ടിയില്ലേ? ഈ അവശിപ്തം ബേരിയം ക്ലോറൈഡിൽ ലയിക്കുകയാണെങ്കിൽ അത് കാർബണേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ആ വെളുത്ത അവശിപ്തം അതിൽ ലയിച്ചില്ലെങ്കിലോ? അത് ലയിച്ചില്ലെങ്കിൽ അതെന്താണ്? ബൈകാർബണേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ കാർബണേറ്റിനെയും ബൈകാർബണേറ്റിനെയും തിരിച്ചറിയാൻ നമ്മൾ എന്ത് പരീക്ഷണത്തിലൂടെയാണ് ചെയ്യുന്നതെന്ന്? കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മതി. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പറ്റി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡാണ് തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതകമായി ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ കൊള്ളാമല്ലോ. ഈ വീഡിയോയിൽ എന്താ കാണിക്കുന്നത്? നമുക്ക് നോക്കാം. ഇവിടെ നോക്കി, ആദ്യം ഒരു ടെസ്റ്റ് ട്യൂബ് എടുത്തു. അതിൽ കുറച്ച് KMnO4 എടുത്തിട്ട് ചൂടാക്കി. അത് ശരിയാണല്ലോ. അപ്പോൾ KMnO4 ഇട്ട് ചൂടാക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? KMnO4 ഉപയോഗിച്ച് നമ്മൾ ചൂടാക്കുമ്പോൾ അവിടെ എന്തുണ്ടാകുന്ന? ഇവിടെ ഒരു വാതകം ഉണ്ടാകുന്നില്ലേ? ഈ വാതകം എന്താണെന്ന് പക്ഷേ നമുക്കറിയത്തില്ലല്ലോ. അത് തിരിച്ചറിയാൻ വേണ്ടി ഞാനൊരു മാർഗം പറഞ്ഞു തരാം. നമുക്ക് കത്തുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളി അതിൻ്റെ വായ്ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് നന്നായി ആളിക്കത്തുന്നില്ലേ? ഇപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ ഇവിടെ ഉണ്ടായിരുന്ന വാതകം ഓക്സിജൻ ആണെന്ന്. അപ്പോൾ തീ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജനാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയാണല്ലേ ഓക്സിജൻ ഉണ്ടാകുന്നത്? ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്ന വാതകം. ഈ ചെടികളൊക്കെ എങ്ങനെയാണ് ഇത്രയും നന്നായി വളരുന്നതല്ലേ? ഇതാരോട് ചോദിക്കും? സസ്യങ്ങൾക്ക് വളരാൻ സൂര്യപ്രകാശം ആവശ്യമാണെന്ന് എനിക്കറിയാം. പക്ഷേ മറ്റെന്തെല്ലാം ഘടകങ്ങളുണ്ട്? ഇവിടെ നോക്കിക്കേ. ഇവിടെ N-ട്രിപ്പിൾ ബോണ്ട് N ആണല്ലേ? ഇതെന്ന് പറയുന്നത് നമ്മുടെ നൈട്രജനാണ്. അപ്പോൾ നൈട്രജൻ ഇടിമിന്നലിൻ്റെ സഹായത്തിൽ 2ആയിട്ട് മാറി N-ഡബിൾ ബോണ്ട് N ആയിട്ട് മാറുന്നു. ഈ N നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായിട്ട് ചേർന്ന് NO ഉണ്ടാകുന്നു. ഈ NO വീണ്ടും നമ്മുടെ അന്തരീക്ഷത്തിലെ ഓക്സിജനുമായി ചേർന്ന് NO2